പ്രാക്ടിക്കൽ ഇംഗ്ലീഷ് എളുപ്പത്തിൽ പഠിക്കുവാൻ വേണ്ടി ഈ ചാനൽ സ്ഥിരമായി കാണുക. ഹലോ എവ്രിവൺ, ഇന്ന് നമ്മൾ ഇംഗ്ലീഷിലെ മോഡൽ വേർബ്സ് എന്ന് പറഞ്ഞ ഗ്രൂപ്പിലെ ഷുഡ് ഹാവും ഷുഡ് നോട്ട് ഹാവ് എന്നീ രണ്ട് കാര്യങ്ങളെക്കുറിച്ചാണ് പഠിക്കുവാൻ പോകുന്നത്. ഷുഡ് ഹാവ് എപ്പോഴാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത് എന്ന് നോക്കാം. ഇവിടെ പറഞ്ഞ പ്രകാരം ടു എക്സ്പ്രസ് റിഗ്രറ്റ് about an action or decision that you or somebody did not take earlier. അതായത് റിഗ്രറ്റ് എന്ന് പറഞ്ഞാൽ ഖേദം അല്ലെങ്കിൽ പശ്ചാത്താപം ഇങ്ങനെയുള്ള അർത്ഥമാണ്. അപ്പോൾ നമ്മൾക്ക് ചെയ്യാമായിരുന്നൊരു കാര്യം ചെയ്യാതെ പോയതിൽ ഉള്ള ഒരു ദുഃഖം, ഒരു വിഷമം, അത് സൂചിപ്പിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. ഷുഡ് ഹാവ് ഉപയോഗിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അത് എഴുതുമ്പോൾ നമ്മൾ അല്ലെങ്കിൽ പറയുമ്പോൾ ആദ്യം സബ്ജക്റ്റ് വരും, അതിനുശേഷം ഷുഡ് ഹാവ് എന്നുള്ള വാക്കുകൾ രണ്ടെണ്ണം വരും, പ്ലസ് അവസാനം ഇൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് വരിക. അതായത് പാസ്റ്റിൽ ചെയ്ത ഒരു കാര്യത്തിനെ കുറിച്ചാണ് നമ്മൾ ഷുഡ് ഹാവ് ഉപയോഗിച്ച്. സോ ദ ഫോം ഈസ് സബ്ജക്റ്റ് പ്ലസ് ഷുഡ് ഹാവ് പ്ലസ് വേർബ് ഇൻ പാസ്റ്റ് പാർട്ടിസിപ്പിൾ. പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ എഴുതുക, റൈറ്റ്. പാസ്റ്റ് ടെൻസ്, സിമ്പിൾ പാസ്റ്റ് എന്ന് വെച്ചാൽ റോട്ട്. പാസ്റ്റ് പാർട്ടിസിപ്പിൾ പറഞ്ഞാൽ റിട്ടൺ. ഷുഡ് ഹാവ് എന്നത് രണ്ട് വാക്കാണെങ്കിലും നമ്മളത് പറയുന്ന സമയത്ത് അതിനെ കമ്പൈൻ ചെയ്ത് ഷോർട്ടായിട്ട് ഷുഡ് എന്നാണ് പറയുക. ഷുഡ് ഹാവ് എന്ന് പറയാറില്ല. അപ്പോൾ ഷുഡ്. അപ്പോൾ SHOULD ഷുഡ്. പിന്നെ ഹാവിൻ്റെ ഹെച്ചും എയും നമ്മൾ മാറ്റി അതിന് പകരം അവിടെ ഒരു അപ്പോസ്ട്രോഫി, അതായത് ഒരു കോമ പോലെ മേളിൽ കൊടുക്കുന്നതിനെ അപ്പോസ്ട്രോഫി പറയുക. അപ്പോസ്ട്രോഫി കൊടുത്ത ശേഷം ഹാവിൻ്റെ അവസാനത്തെ രണ്ട് അക്ഷരങ്ങളാണ് എഴുതാറ്, VE. സോ അത് കൂട്ടി വായിക്കുമ്പോൾ നമ്മൾ പ്രൊനൗൺസ് ചെയ്യേണ്ടത് ഷുഡ് ഹാവ് എന്ന് പറയാൻ പാടില്ല, ഷുഡ് ഹാവ്. ഇനി നമുക്ക് കുറച്ച് എക്സാമ്പിൾ സെൻറ്റൻസസ് ഒന്ന് നോക്കാം. ആദ്യത്തെ സാമ്പിൾ സെൻറ്റൻസ്, ഐ ഷുഡ് ഹാവ് എന്ന് പറയാൻ പാടില്ല എന്ന് ഞാൻ പറഞ്ഞു. അതുകൊണ്ട് നമ്മൾ വായിക്കുമ്പോൾ ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് മോർ ഫോർ ദി എക്സാം. അതായത് ഞാൻ പരീക്ഷയ്ക്ക് കുറച്ചുകൂടി അധികം പഠിക്കണമായിരുന്നു. ഞാൻ പഠിച്ചില്ല, അതുകൊണ്ട് എനിക്ക് ഉദ്ദേശിച്ച റിസൾട്ട് കിട്ടിയില്ല. ചെയ്യാൻ വിട്ടുപോയ ഒരു കാര്യത്തെക്കുറിച്ച് ഇപ്പോൾ നമ്മൾ ഖേദിക്കുകയാണ്. സോ ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് മോർ ഫോർ ദി എക്സാം. ഞാൻ അന്ന് പഠിക്കാമായിരുന്നു എന്ന് ഇപ്പോൾ നമ്മൾ അതേക്കുറിച്ച് ചിന്തിച്ച് വിഷമിക്കുന്ന ഒരു കാര്യത്തെ അവതരിപ്പിക്കുവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഷുഡ് ഹാവ് ഉപയോഗിക്കുന്നത്. അടുത്തതായി, ഷീ ഷുഡ് ഹാവ് ടോൾഡ് മീ ബിഫോർ. അവൾ മുൻപേ എൻ്റെ അടുത്ത് പറയണമായിരുന്നു. അവൾ പറഞ്ഞില്ല, അതാണ് സിറ്റുവേഷൻ. പക്ഷേ ഷീ ഷുഡ് ഹാവ് ടോൾഡ് മീ ബിഫോർ, എൻ്റെ അടുത്ത് നേരത്തെ അവൾക്ക് പറയാമായിരുന്നു എന്നതാണ് ഇതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നെക്സ്റ്റ് സെൻറ്റൻസ്, ഹീ ഷുഡ് ഹാവ് ഗിവൻ മീ ദി ഇൻഫർമേഷൻ ബിഫോർ ദ മീറ്റിംഗ്. മീറ്റിങ്ങിന് മുൻപേ അവൻ എനിക്ക് ഇൻഫർമേഷൻ തരണമായിരുന്നു. മീറ്റിങ്ങിന് ശേഷം ഇൻഫർമേഷൻ കിട്ടിയതുകൊണ്ട് എനിക്കൊരു കാര്യം ഉണ്ടായില്ല. അതുകൊണ്ട് ഹീ ഷുഡ് ഹാവ് ഗിവൻ മീ ദി ഇൻഫർമേഷൻ ബിഫോർ ദ മീറ്റിംഗ്. മീറ്റിങ്ങിന് മുൻപേ അവൻ എനിക്ക് ഇൻഫർമേഷൻ തരണമായിരുന്നു. അടുത്തതായിട്ട്, യു ഷുഡ് ഹാവ് കോൾഡ് മീ. എന്നെ വിളിക്കണമായിരുന്നു. അത് ചെയ്യേണ്ട ഒരു കാര്യമാണ്, നിങ്ങൾ ചെയ്തിട്ടുണ്ടായിരുന്നില്ല, നീ അത് ചെയ്തില്ല. സോ ഐ ആം ടെല്ലിങ് യു, യു ഷുഡ് ഹാവ് കോൾഡ് മീ. ഓക്കെ. നമ്മൾ ഈ കണ്ട സാമ്പിൾ സെൻറ്റൻസസ് എല്ലാം തന്നെ സാധാരണയായി ഷുഡ് ഹാവ് ഒരു സിമ്പിൾ ഫോമിൽ എങ്ങനെ ഉപയോഗിക്കാം എന്നതാണ് കണ്ടത് നമ്മൾ. പക്ഷേ ഷുഡ് ഹാവിനെ വെച്ച് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കാവുന്നതാണ്. ഈ ക്വസ്റ്റ്യൻസ് എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ക്വസ്റ്റ്യൻ വേർഡ്സ് ഉണ്ടല്ലോ, ഹൂ, വാട്ട്, വേർ, അതായത് ആര്, എവിടെ, എന്ത്, എങ്ങനെ എന്നുള്ള ചോദ്യങ്ങൾക്ക് വേണ്ടി
നമുക്ക് ഷുഡ് ഉപയോഗിക്കാവുന്നതാണ്. ഈ ചോദ്യങ്ങൾ എന്ന് പറയുമ്പോൾ രണ്ട് തരം ചോദ്യങ്ങളാണ്. ഒന്ന് ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻസ് ആണ്, പിന്നൊന്ന് കൺഫർമേഷൻ ക്വസ്റ്റ്യൻസ്. അതായത് ഇൻഫർമേഷൻ ഒരാളുടെ കയ്യിൽ നിന്ന് നമുക്ക് ഇൻഫർമേഷൻ കിട്ടാൻ വേണ്ടി ചോദിക്കുന്ന ചോദ്യം. പിന്നെ ഒരാളുടെ കയ്യിൽ നിന്ന് കൺഫർമേഷൻ, അതായത് യെസ് ഓർ നോ എന്നുള്ള ഉത്തരം കിട്ടുവാൻ വേണ്ടി നമ്മൾ ഷുഡ് ഉപയോഗിക്കാറുണ്ട്. എങ്ങനെയാണ് ഈ രണ്ട് ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസിൽ ഷുഡ് എങ്ങനെ ഉപയോഗിക്കണം എന്ന് ഒന്ന് നോക്കാം. ഷുഡ് ഒരു ക്വസ്റ്റ്യൻ ഫോമിൽ വരുമ്പോൾ അത് ആദ്യം ആ ക്വസ്റ്റ്യൻ വേർഡ് വരണം. അതായത് വാട്ട്, ഹു, വേർ എക്സെട്ര. സോ ആ ക്വസ്റ്റ്യൻ വേർഡ്, അത് കഴിഞ്ഞ് ഷുഡ്, പിന്നെ സബ്ജക്റ്റ് വരും, അത് കഴിഞ്ഞ് ഹാവ് എന്ന് വരും, അത് കഴിഞ്ഞിട്ട് വേർബ് വരും. ഓക്കെ, വേർബ് എന്ന് പറയുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ മാതിരി പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദ വേർബ് ആണ് വേണ്ടത്. ആദ്യത്തെ എക്സാമ്പിൾ നോക്കാം. വാട്ട് ഷുഡ് ഐ ഹാവ് ഡൺ. ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ ആ ക്വസ്റ്റ്യൻ ഫോമിൻ്റെ റൂൾ പ്രകാരം ആദ്യം ക്വസ്റ്റ്യൻ വേർഡ് വന്നു, വാട്ട് എന്നുള്ള ക്വസ്റ്റ്യൻ വേർഡ്. അത് കഴിഞ്ഞാൽ ഷുഡ് വന്നു, അത് കഴിഞ്ഞിട്ട് സബ്ജക്റ്റ്. ഇവിടെ സബ്ജക്റ്റ് ഐ, ഞാൻ എന്നുള്ള അർത്ഥം, അതാണ് സബ്ജക്റ്റ്. സോ സബ്ജക്റ്റ് വന്നു. അത് കഴിഞ്ഞിട്ട് ഹാവ് എന്നുള്ള വാക്ക് വന്നു. അത് കഴിഞ്ഞ് ലാസ്റ്റിൽ വേർബാണ്, അതായത് ഡു എന്നുള്ളതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോമാണ് ഡൺ. ഓക്കെ, സോ വാട്ട് ഷുഡ് ഐ ഹാവ് ഡൺ. ഞാൻ എന്ത് ചെയ്യണമായിരുന്നു എന്നതാണ് ചോദ്യം. സോ നിങ്ങളിപ്പോൾ ഒരു കാര്യം ചെയ്തു, അത് വേറെ ഒരാൾ, നിങ്ങളുടെ ബോസ് ആയിരിക്കാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ട്ണർ ആയിരിക്കാം, ആരെങ്കിലും, അത് നിങ്ങൾ ചെയ്തത് അത്ര ശരിയായില്ല, അല്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ആയിരുന്നില്ല ചെയ്യേണ്ടത് എന്നാണ് നിങ്ങളുടെ അടുത്ത് പറയുന്നത്. അപ്പം നിങ്ങൾ ചോദിക്കാവുന്ന ഒരു ചോദ്യം ഇങ്ങനെയാണ്, വാട്ട് ഹാവ് ഡൺ. അപ്പം ഞാൻ എന്താണ് ചെയ്യേണ്ടിയിരുന്നത്. അടുത്ത സെൻറ്റൻസ്, വാട്ട് ഷുഡ് ഐ ഹാവ് ടോൾഡ് ഹിം. ഞാൻ അയാളോട് എന്താണ് പറയേണ്ടിയിരുന്നത്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ടോൾഡ് എന്നുള്ളത് ടെൽ, അതായത് പറയുക എന്ന വാക്കിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ്. ഈ ടെല്ലിൻ്റെ പാസ്റ്റ് ടെൻസ് ടോൾഡ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും ടോൾഡ് തന്നെയാണ്. അതാണ് ശ്രദ്ധിക്കേണ്ട കാര്യം. അടുത്തതായി, വേർ ഷുഡ് വി ഹാവ് ഗോൺ. നമ്മൾ എങ്ങോട്ട് പോകണമായിരുന്നു. നമ്മളൊരു സ്ഥലത്തേക്ക് പോയിരുന്നു, പിന്നീട് നമ്മൾ അതിനെ സംസാരിക്കുമ്പോൾ ആണ് ഈ ഒരു ചോദ്യം വരുന്നത്. നമ്മൾ പോയ സ്ഥലം ശരിയല്ല. വി ഷുഡ് ഹാവ് ഗോൺ ഇൻ, വേറൊരു സ്ഥലത്തേക്ക് പോകണമായിരുന്നു, അത് എവിടേക്കായിരുന്നു എന്നാണ് ചോദ്യം. വേർ ഷുഡ് വി ഹാവ് ഗോൺ. അപ്പോൾ നമ്മൾ തീരുമാനിച്ചൊരു സ്ഥലത്തേക്ക് പോയി, പിന്നീടെല്ലാം കഴിഞ്ഞ് വന്നിട്ടാണ് ആൾക്കാർ പറയുന്നത് അത് പോയത് ശരിയല്ല. അപ്പോൾ നമ്മൾ ചോദിക്കുകയാണ്, വേർ ഷുഡ് വി ഹാവ് ഗോൺ. ഓക്കെ, ഇവിടെയും ആദ്യം ക്വസ്റ്റ്യൻ വേർ വരുന്നു, പിന്നെ ഷുഡ് വരുന്നു, പിന്നെ വി, നമ്മൾ എന്നുള്ള സബ്ജക്റ്റ് വരുന്നു, പിന്നെ ഹാവ് വരുന്നു, അത് കഴിഞ്ഞിട്ട് ഗോയിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം, അതായത് ഗോൺ. ഇവിടെ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ നമ്മൾ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഷുഡും ഹാവും രണ്ട് വാക്കുകളായി തന്നെയാണ് പറയേണ്ടത്. കാരണം ഷുഡ് എന്നിവിടെ പറയണം, ഷുഡിൻ്റെയും ഹാവിൻ്റെയും ഇടയിലാണ് സബ്ജക്റ്റ് വരുന്നത്. ഇപ്പോൾ ആദ്യത്തെ ലൈൻ നോക്കുകയാണെങ്കിൽ വാട്ട് ഷുഡ് ഐ ഹാവ്, അപ്പോൾ ഷുഡിന് ശേഷം ഐ ഉണ്ട്. അത് കാരണം എനിക്ക് ഷുഡും ഹാവും ഒരുമിച്ച് ഷുഡ് എന്ന് പറയാൻ പറ്റില്ല. വാട്ട് ഷുഡ് ഹവ് ഡൺ എന്ന് പറഞ്ഞാൽ അതിൻ്റെ മീനിങ് ക്ലിയർ അല്ല, മീനിങ് ശരിയല്ല. സോ അതുകാരണം പ്രത്യേകം ശ്രദ്ധിക്കണം, ഇൻഫർമേഷൻ ആവശ്യപ്പെടുന്ന രീതിയിലുള്ള ഒരു സെൻറ്റൻസ് ആണ് നമ്മൾ പറയുന്നതെങ്കിൽ അല്ലെങ്കിൽ എഴുതുന്നതെങ്കിൽ അവിടെ ഷുഡും ഹാവും സെപ്പറേറ്റ് ആയിട്ട് തന്നെ വരണം. ഓക്കെ, വാട്ട് ഷുഡ് ഐ ഹാവ് ഡൺ, വാട്ട് ഷുഡ് യു ഹാവ് ഡൺ, വാട്ട് ഷുഡ് ദേ ഡൺ. ഓക്കെ, അടുത്തതായി, ഹൗ ഷുഡ് ഐ ഹാവ് റിട്ടൺ ദാറ്റ് റിപ്ലൈ. അതായത് ഞാൻ എങ്ങനെ മറുപടി എഴുതണമായിരുന്നു എന്നതാണ് ചോദ്യം. അതായത് ഞാനൊരു റിപ്ലൈ എഴുതി, അതിനെക്കുറിച്ച് വേറൊരാൾ ഒരു ഒപ്പീനിയൻ പറയുകയാണ്, അങ്ങനെ എഴുതാൻ പാടില്ലായിരുന്നു എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിക്കുകയാണ്, ഹൗ ഷുഡ് ഐ ഹാവ് റിട്ടൺ ദാറ്റ് റിപ്ലൈ. ഞാൻ എങ്ങനെ മറുപടി എഴുതണമായിരുന്നു. ഓക്കെ, അടുത്തതായി, ഷുഡ് ഹാവ് എങ്ങനെ ഒരു കൺഫർമേഷൻ ക്വസ്റ്റ്യനിൽ ഉപയോഗിക്കാം.
കൺഫർമേഷൻ ക്വസ്റ്റ്യൻ എന്ന് ഞാൻ ഉദ്ദേശിക്കുന്നത് ആ ക്വസ്റ്റ്യൻ്റെ ഉത്തരം യെസ് അല്ലെങ്കിൽ നോ എന്നുള്ളതായിരിക്കും. ഓക്കെ, കൺഫർമേഷൻ ക്വസ്റ്റ്യൻ്റെ ഒരു പ്രത്യേകത ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മൾ നേരത്തെ ഇൻഫർമേഷൻ ക്വസ്റ്റ്യൻ തുടങ്ങുമ്പോൾ ആദ്യത്തെ വാക്ക് ആ ക്വസ്റ്റ്യൻ വേർഡ് ആയിരിക്കും. അതായത് വാട്ട്, വിച്ച്, വെയർ, ഹൂ എന്നുള്ളത്. എന്നാൽ ഈ കൺഫർമേഷൻ ക്വസ്റ്റ്യൻ നമ്മൾ ഉപയോഗിക്കുമ്പോൾ അവിടെ ഈ ക്വസ്റ്റ്യൻ വേർഡ്സ് വരുന്നില്ല. നിങ്ങളിപ്പോൾ ആദ്യത്തെ സെൻറ്റൻസ് നോക്കൂ. ഷുഡ് ഐ ഹാവ് ഗിവൻ ദി ഓഫീസ് കീസ് ടു ഹിം? ഓഫീസിൻ്റെ താക്കോൽ ഞാൻ അയാൾക്ക് കൊടുക്കണമായിരുന്നോ എന്നതാണ് ചോദ്യം. ഓക്കെ, അതായത് എനിക്കറിയില്ല, കൊടുത്തില്ലായിരുന്നു, അപ്പോൾ കൊടുക്കണമായിരുന്നോ എന്ന് നമ്മൾ ചോദിച്ച് മനസ്സിലാക്കുന്ന ഒരു സിറ്റുവേഷനാണിത്. ഷുഡ് ഐ ഹാവ് ഗിവൻ ദി ഓഫീസ് കീസ് ടു ഹിം? അടുത്ത സെൻറ്റൻസ്, ഷുഡ് യു ഹാവ് ഈറ്റൻ സോ മച്ച് ഐസ്ക്രീം? നീ ഇത്ര അധികം ഐസ്ക്രീം കഴിക്കണമായിരുന്നോ? അതായത് നമ്മളൊരു പാർട്ടിക്ക് പോയി, ഓക്കെ, അവിടെ ഞാൻ കൂടുതലായിട്ട് ഐസ്ക്രീം കഴിച്ചു, അതുകൊണ്ട് എനിക്കൊരു ഡിസ്കംഫേർട്ട് വന്നു, അതായത് സ്റ്റൊമക്ക് അപ്സെറ്റായി. അപ്പോൾ എൻ്റെ കൂടെ വന്ന ഒരാൾ എൻ്റെ അടുത്ത് ചോദിക്കുന്ന ചോദ്യമാണ്, നീ ഇത്ര അധികം ഐസ്ക്രീം കഴിക്കണമായിരുന്നോ? ഷുഡ് യു ഹാവ് ഈറ്റൻ സോ മച്ച് ഐസ്ക്രീം? ഓക്കെ, ക്വസ്റ്റ്യൻ, ഷുഡ് വി ഹാവ് സ്പോക്കൺ ടു ദി സെക്രട്ടറി ഫസ്റ്റ്? അതായത് നമ്മളൊരു ഓഫീസിലേക്ക് പോകുന്നു, പക്ഷേ സെക്രട്ടറീൻ്റെ അടുത്ത് ഇൻഫർമേഷൻ കൊടുക്കാതെ നേരെ നമ്മൾ മാനേജർ ഇരിക്കുന്ന റൂമിൻ്റെ അവിടേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് ഒരു സംശയം തോന്നുകയാണ്, നമ്മൾ ആദ്യം സെക്രട്ടറീനെ കണ്ട് ഇതുപോലെ നമ്മൾ വന്നിട്ടുണ്ട് എന്ന് അറിയിച്ച് പെർമിഷൻ എടുത്തിട്ട് വേണമായിരുന്നോ അകത്തേക്ക് കിടക്കേണ്ടത് എന്നതാണ് ഇവിടെ സംശയം. അപ്പോൾ അത് ചോദ്യം വരുന്നത് എങ്ങനെയാണ്? ഷുഡ് വി ഹാവ് സ്പോക്കൺ ടു ദി സെക്രട്ടറി ഫസ്റ്റ്? നമ്മളത് ചെയ്തില്ല, സോ അത് സംഭവത്തിന് ശേഷമാണ് നമ്മൾ ഈ പറയുന്നത്. അപ്പോൾ നമ്മൾ ആദ്യം സെക്രട്ടറിയുടെ അടുത്ത് നമുക്ക് സംസാരിക്കണമായിരുന്നോ എന്നാണ് ഇതിൻ്റെ മീനിങ്. ഇനി നമ്മൾ ഷുഡ് ഹാവിൻ്റെ ഓപ്പോസിറ്റ് ഷുഡ് നോട്ട് ഹാവ്, അതായത് നെഗറ്റീവ് ഫോമാണ് നോക്കാൻ പോകുന്നത്. നമ്മൾ ഓൾറെഡി ചെയ്ത ഒരു കാര്യത്തെക്കുറിച്ച് നമ്മൾ സങ്കടപ്പെടുന്ന ഒരു സിറ്റുവേഷനിൽ ഉപയോഗിക്കേണ്ട ഫോമാണ് ഷുഡ് നോട്ട് ഹാവ്. ആ ഷുഡ് നോട്ട് ഹാവിൻ്റെ ഷോർട്ട് ഫോമാണ് നമ്മൾ പറയേണ്ടത് ഷുഡൻറ്റ്, അല്ലാണ്ട് ഷുഡ് നോട്ട് ഹാവ് എന്നല്ല, ഷുഡൻറ്റ് ഹാവ്. ഓക്കെ, ഇതിൻ്റെ എഴുതുന്ന കൺസ്ട്രക്ഷൻ ഫോം എന്താണെന്ന് വെച്ചാൽ ആദ്യം സബ്ജക്റ്റ്, പിന്നെ ഷുഡ് നോട്ട് ഹാവ് അല്ലെങ്കിൽ ഷുഡൻറ്റ് ഹാവ്, അത് കഴിഞ്ഞ് വേർബ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഫോം ഓഫ് ദി വേർബ്. ഓക്കെ, ആദ്യത്തെ സെൻറ്റൻസ് നോക്കാം. ഐ ഷുഡൻറ്റ് ഹാവ് ഈറ്റൻ സോ മച്ച് ഫുഡ്. ഐ ഷുഡൻറ്റ് ഹാവ് ഈറ്റൻ സോ മച്ച്. ആക്ച്വലി നിങ്ങൾ ഈ സെൻറ്റൻസിൽ സോ മച്ച് ഫുഡ് എന്ന് പറയേണ്ട ഒരു ആവശ്യം വരുന്നില്ല. കാരണം നമ്മൾ കഴിച്ച ശേഷം പറയുന്ന ഒരു സംഭാഷണമാണ് ഇത്. ഐ ഷുഡൻറ്റ് ഹാവ് ഈറ്റൻ സോ മച്ച്. സോ നമ്മൾ കഴിച്ചത് ഫുഡ് തന്നെയാണ്, അല്ലാതെ വേറൊന്നും കഴിക്കുന്നില്ല. സോ അതുകൊണ്ട് വേണമെങ്കിൽ ഫുഡ് എന്നുള്ള വാക്ക് ഇവിടെ ആഡ് ചെയ്യാം, അതല്ലെങ്കിൽ ഫുഡ് ഒഴിവാക്കിയാലും അതിൻ്റെ അർത്ഥത്തിന് വ്യത്യാസം വരുന്നില്ല. ഇവിടെ നമ്മൾ എപ്പോഴും ഫുഡ് എന്നാണ് പറയാറ്. അതിൻ്റെ ശരിയായ പ്രൊനൗൺസിയേഷൻ ഫുഡ് എന്നാണ്. ഇത് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ ഈ പ്രൊനൗൺസിയേഷൻ്റെ എക്സാമ്പിൾസ് ഞാൻ കൊടുത്തിട്ടുണ്ട്. അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് പോയി കാണാം. ഓക്കെ, അപ്പോൾ ഞാൻ കഴിച്ചു കഴിഞ്ഞ ഒരു ഫുഡിനെ കുറിച്ച് പിന്നീട് ഞാൻ പറയുകയാണ്. ഓക്കെ, കാരണം ഞാൻ അത്ര അധികം ഭക്ഷണം കഴിക്കാൻ പാടില്ലായിരുന്നു എന്നാണ് ഇതിൻ്റെ മീനിങ്. അടുത്ത സെൻറ്റൻസ്, ഹി ഷുഡൻറ്റ് ഹാവ് സ്പെൻഡ് സോ മച്ച് മണി, അല്ലെങ്കിലോ ഹി ഷുഡൻറ്റ് ഹാവ് സ്പെൻഡ് സോ മച്ച് ടൈം, അല്ലെങ്കിലോ സോ മച്ച് എനർജി. അതായത് അയാൾ ഇത്ര അധികം പണം ചെലവാക്കേണ്ടിയിരുന്നില്ല, അല്ലെങ്കിലോ അയാൾ ഇത്ര അധികം സമയം ഇതിനു വേണ്ടി ചെലവാക്കേണ്ടിയിരുന്നില്ല എന്നുള്ള ഒരു മീനിങ് ആണ് ഇതിൽ. അപ്പോൾ അയാൾ ഓൾറെഡി ചെയ്ത് കഴിഞ്ഞു, പക്ഷെ നമ്മുടെ ഒരു അഭിപ്രായം പറയുകയാണ്, അയാൾ ഇത്രയൊന്നും സമയം പൈസയും ഇതിന് ചെലവാക്കേണ്ടിയിരുന്നില്ല എന്നത്. ഓക്കെ, നെക്സ്റ്റ് തേർഡ് സെൻറ്റൻസ്, യു ഷുഡൻറ്റ് ഹാവ് വറീഡ് സോ മച്ച്. നിങ്ങൾ അത്ര വിഷമിക്കേണ്ടി ഇരുന്നില്ല. യു ഷുഡൻറ്റ് ഹാവ് വറീഡ് സോ മച്ച്. നിങ്ങൾ അത്ര വിഷമിക്കേണ്ടി ഇരുന്നില്ല. ഒരു സംഭവം നടന്നതിന് ശേഷം ആണ് നമ്മൾ ഈ ഒരു വാചകം ഉപയോഗിക്കുക. ഓക്കെ,
അടുത്തതായി ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുള്ള എല്ലാ വേർബ്സിൻ്റെയും പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒരു സമ്മറി പോലെ നിങ്ങൾക്ക് വേണ്ടി കാണിക്കുകയാണ്. ഇതിൽ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ചില വാക്കുകളുടെ പാസ്റ്റ് ടെൻസും പാസ്റ്റ് പാർട്ടിസിപ്പിളും ഒന്ന് തന്നെയാണ്. ഫോർ എക്സാമ്പിൾ സ്റ്റഡി. സ്റ്റഡി എന്നുള്ള വേർബിൻ്റെ പാസ്റ്റ് ടെൻസ് സ്റ്റഡീഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതും സ്റ്റഡീഡ് ആണ്. അതേപോലെ കോൾ എന്നുള്ള വേർബ് നോക്കുകയാണെങ്കിൽ അതിൻ്റെ പാസ്റ്റ് ടെൻസ് കോൾഡ് ആണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും കോൾഡ് തന്നെയാണ്. അതേപോലെ സ്പെൻഡ്, അതായത് ചെലവാക്കുക, അതിൻ്റെ പാസ്റ്റ് ടെൻസ് സ്പെൻറ്റ് എന്നുള്ളതാണ്, പാസ്റ്റ് പാർട്ടിസിപ്പിളും സ്പെൻറ്റ് ആണ്. അതേപോലെ വറി, അതിൻ്റെ പാസ്റ്റ് ടെൻസ് വറീഡ്, പാസ്റ്റ് പാർട്ടിസിപ്പിൾ അതും വറീഡ് ആണ്. മറ്റ് ചില വേർബ്സുകളുടെ ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുകയാണെങ്കിൽ ഡു, അതിൻ്റെ പാസ്റ്റ് ടെൻസ് ഡിഡ്, അതിൻ്റെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഡൺ. അതേപോലെ ഗോ, അതിൻ്റെ പാസ്റ്റ് ടെൻസ് വെൻ, പാസ്റ്റ് പാർട്ടിസിപ്പിൾ ഗോൺ. സോ ഇങ്ങനെ ധാരാളം റെഗുലർ ആൻഡ് ഇറഗുലർ ആയിട്ടുള്ള വേർബ്സ് ഇംഗ്ലീഷിലുണ്ട്. അതിൽ പലതും നമ്മൾ പഠിച്ചു തന്നെ മനസ്സിലാക്കേണ്ടതാണ്. ഓക്കെ. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അഭിപ്രായങ്ങൾ കമൻസിലൂടെ അറിയിക്കുക. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.